ഇത് വൻ ചതിക്കുഴിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ 12 കൊല്ലക്കാലമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഓരോ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോഴും ആ ബില്ലിന് ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവർക്ക് ഭൂരിപക്ഷം നേടാനുള്ള അജണ്ട. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ 12 കൊല്ലവും കാണാത്ത രീതിയിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ബില്ലാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല്. നിങ്ങൾ ആ ബില്ലിന്റെ പ്രൊവിഷൻസിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. വിമൻ റിസർവേഷൻ ബില്ല് 2023 ഞങ്ങൾ പാസ്സാക്കിയതാണ്, യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയതാണ്. ആ പാസ്സാക്കിയ ബില്ല് അതിന്റെ മറവിൽ, അത് നടപ്പിലാക്കാനെന്ന മറവിൽ ഇതുവരെ 3 കൊല്ലക്കാലം അത് നടപ്പിലാക്കാൻ ഒന്നും ചെയ്യാതെ അത് നടപ്പിലാക്കാനെന്ന മറവിൽ വൻതോതിലുള്ള ഡീലിമിറ്റേഷൻ, തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മണ്ഡലങ്ങളെ വെട്ടിമുറിച്ചില്ലാതാക്കി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളെ, ആ സംസ്ഥാനങ്ങളുടെ നമ്പർ കുറച്ച് കാണിച്ച് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ ഡിസൈനാണ് ഈ ബില്ലിലൂടെ വന്നിരിക്കുന്നത്. മോഡിയുടെ ഡിസൈനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്താ ഉണ്ടാകാൻ പോണ്? നമ്മൾ കേരളത്തിലെ അടക്കമുള്ള ജനങ്ങള് കുടുംബാസൂത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലോട്ടാണ് പോകേണ്ടത്. കേരളത്തിൽ ഇപ്പൊ ഇവര് പറഞ്ഞ പുതിയ ബില്ലനുസരിച്ച് ഇവർ നേരത്തെ വാഗ്ദാനം ചെയ്തു പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും. പക്ഷെ ബില്ലിനകത്ത് പറയുന്നത് എന്താണ്? ലേറ്റസ്റ്റ് സെൻസസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. 2011 സെൻസസ്. അങ്ങനെ വന്നാൽ കേരളത്തിന്റെ നമ്പറത്തിലായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് 22 23. അത് മാത്രമല്ല, ഇതിനകത്ത് ഡീലിമിറ്റേഷൻ നിങ്ങൾ ആസാമിൽ, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണല്ലോ, ആസാമിലെ ഡീലിമിറ്റേഷൻ ഒന്ന് കണ്ടുനോക്കാൻ, അതിന്റെ മാപ്പ് ഞങ്ങൾ കാണിക്കേണ്ടതാണ്. ആ ഡീലിമിറ്റേഷൻ നടത്തിയതിന്റെ ഡിസൈൻ ഒന്ന് നോക്കൂ. അവർക്ക് ജയിക്കാൻ വേണ്ടി രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ആദ്യമായിട്ട് ഡീലിമിറ്റേഷൻ സാധാരണ ചെയ്യാറുള്ളത് സർക്കാരിന്റെ ഒരു തീരുമാനമായിട്ടാണ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നിയമപരമായിട്ട് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിന്റെ ഭാഗമാക്കി ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്തുകയാണ്. അപ്പൊ അപകടങ്ങൾ ഒന്നല്ല രണ്ടല്ല ഒരുപാട് പതിയിരിക്കുന്ന ബില്ലാണ്. സത്യത്തിൽ പറഞ്ഞാൽ 2029 ഞങ്ങൾ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, 2029 ഇലക്ഷൻ സാധാരണ നിലയിൽ നടത്തിയാൽ ജയിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ 2029 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴികൾ, അതും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുറുക്കു വഴികളാണ് അവർ സ്വീകരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കാനാണ്. വിട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ അവിടെ ഹാജരായി എതിർത്ത് വോട്ട് ചെയ്യും. അല്ല, ബില്ലിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഡീലിമിറ്റേഷൻ വിമൻ റിസർവേഷൻ ഞങ്ങൾ യുനാനിമസായി പാസ്സാക്കിയതാണല്ലോ. 2023 വിമൻ റിസർവേഷൻ, അതിൽ ഒരു ബില്ല് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. ഒരു കാര്യം ഉറപ്പാണ്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് പാസ്സാകേണ്ടതാണ് മറ്റു 2 ബില്ലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. അപ്പൊ ഈ കാര്യത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ, എല്ലാ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല, ജനാധിപത്യം ഇന്ത്യയിൽ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള, ഭരണഘടന ഒട്ടാകെ ഭേദഗതി ചെയ്യത്തക്കവണ്ണമുള്ള മൃഗീയ ഭൂരിപക്ഷം കൃത്രിമമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ബില്ലിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് ജനങ്ങളെ ഈ അവർ മനസ്സിലാക്കേണ്ട ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ബില്ല്. ഇതിലേക്കാൾ സംശയമില്ല. ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞ വാചകം ഞാൻ അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, പക്ഷേ അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കൃത്യമായിട്ട് വിവേചനപൂർണ്ണമായിട്ടുള്ള ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നൊരു ബില്ലാണ്. എന്താണ് പ്രതിപക്ഷത്തിനെതിരെ? അല്ലല്ല, സംവരണത്തിനെതിരായിട്ട് ഞങ്ങൾ ആരുമില്ലോ. അത് ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നില്ലല്ലോ. 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്ത ആരാ? ഈ ബില്ല് ആദ്യം പാർലമെന്റിൽ കൊണ്ടുവന്ന ആരാണ്? ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 2023 ഈ ബില്ല് ഏകകണ്ഠമായി പാസ്സാക്കിയതാണ്. ഏകകണ്ഠമായിട്ട് പാസ്സാക്കിയ ആ ബില്ല് വനിതാ സംവരണം നടപ്പിലാക്കുക, അത് ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ ഈ പ്രചരണം അതായിരിക്കും, വനിതാ ബില്ലിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ജനാധിപത്യം ഒന്നും വേണ്ട. വനിത അതല്ല ഞാൻ ചോദിക്കുന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത് 2 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ബംഗാളിലെയും തമിഴ്നാട്ടിലെയും MP-മാരെല്ലാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുകുമ്പോൾ എന്ത് ധൃതിയായിരുന്നു. ഇത് 10 ദിവസം കഴിഞ്ഞ ബില്ല് ഈ പാർലമെന്റ് കൂടി എന്തായിരുന്നു പ്രശ്നം? 10 ദിവസം കഴിഞ്ഞിട്ട് പാർലമെന്റ് കൂടി എന്തായിരുന്നു പ്രശ്നം? അപ്പൊ നിങ്ങൾക്ക് അവര് വരാതിരിക്കണം, TMC MP-മാർ, DMK MP-മാർ വരാതിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ MP-മാർ രണ്ടിടത്തെയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നില്ലേ, തീരുമാനമായിരുന്നില്ല ഇത്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ആദ്യം രാഷ്ട്രീയ പാർട്ടികളെ യോഗം വിളിച്ചു കൂട്ടുക,
രാഷ്ട്രീയ പാർട്ടികളെ യോഗത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ? ആ കൺസെൻസസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബില്ല് പാസ്സാക്കാം. ഇത് വിമൻ റിസർവേഷൻ അല്ല പ്രശ്നം. അവർക്ക് വിമൻ റിസർവേഷന്റെ മറവിൽ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാണ് അവരുടെ ശ്രമം. വിമൻ റിസർവേഷൻ എന്ത് വില കൊടുക്കുന്നപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, 543 അംഗ പാർലമെന്റ് ഉണ്ടല്ലോ. ഈ ഞങ്ങൾ നാളെ ആവശ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 543 അംഗ പാർലമെന്റിൽ ഇപ്പോൾ നടത്ത് വിമൻ റിസർവേഷൻ 1/3 വിമൻ റിസർവേഷൻ ആക്ക്. ഞങ്ങളത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇപ്പുറത്ത് ലോക്സഭയിൽ, മല്ലികാർജ്ജുന ഖാർഗെജി രാജ്യസഭയിൽ പറഞ്ഞതാണ്. രണ്ടുപേരും ഡിമാൻഡ് ചെയ്തിരുന്നു, രണ്ട് നേതാക്കന്മാരും. കാരണം വിമൻ റിസർവേഷനോടാണ് ആത്മാർത്ഥതയെങ്കിൽ ഇപ്പോഴുള്ള 543 സ്ട്രെങ്ത് അനുസരിച്ച് തന്നെ വിമൻ റിസർവേഷൻ നടത്തുക. വി ആർ റെഡി ഫോർ ഇറ്റ്, കംപ്ലീറ്റ്ലി സപ്പോർട്ടിംഗ് ദാറ്റ്.